റീസെന്റ് ആയിട്ട് ഒരു തിയറി പഠിച്ചു. അതാണ് ക്രാബ് മെന്റാലിറ്റി. എന്താണെന്ന് വെച്ചാൽ ഒരു ബക്കറ്റിൽ നമ്മൾ ഒരു ഞണ്ടിന് ഇടുകയാണെങ്കിൽ ആ ഞണ്ട് ആ ബക്കറ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആവും. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു 4-5 ഞണ്ടുകളെ നമ്മൾ ഒരേ ബക്കറ്റിൽ ഇടുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു ഞണ്ട് പോലും പുറത്തു വരില്ല എന്നുള്ളതാണ്. അത് അവർ ട്രൈ ചെയ്യാഞ്ഞിട്ടല്ല, അതിൽ ഓരോ ഞണ്ടും അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരുത്തൻ ഒന്ന് പിടിച്ച് കയറി വരുമ്പോൾ മറ്റേ ഞണ്ടുകളുണ്ടല്ലോ, അവന്മാരെല്ലാം കൂടി അതിനെ വലിച്ചു നിലത്തിടും. ഈ തിയറി നമ്മളെ ലൈഫുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഒരുപാട് റിലേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ഒന്ന് മുന്നോട്ട് വരുവാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഉപരി നിരുത്സാഹപ്പെടുത്തുന്ന ഒരുപാട് ആളുകളായിരിക്കും നമുക്ക് ചുറ്റും ഉണ്ടാവുക. ഇവരെങ്ങാനും മുകളിലേക്ക് വരുമോ, എന്നെങ്ങാട്ടും നന്നായിട്ട് ഇവൻ എക്സൽ ആകുമോ എന്നുള്ള ഭയത്തോട് കൂടിയിട്ടായിരിക്കും ഒരുപാട് ആളുകൾ നമ്മളുടെ ഒപ്പം ഉണ്ടാകുക. ചുരുക്കം ചില ആളുകൾ മാത്രമായിരിക്കും നന്മ കാണുമ്പോഴും മനസ്സറിഞ്ഞൊന്ന് പ്രോത്സാഹിപ്പിക്കാനോ സന്തോഷിക്കാനോ ഒക്കെ ഉണ്ടാകും. അവൻ അതിനൊന്നും ഡിസർവ്ഡ് അല്ല, അവൻ ലക്ക് കൊണ്ടാണ് ആ ഒരു ലെവലിലേക്കൊക്കെ എത്തിച്ചേർന്നത് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുള്ളപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ ഒന്നകന്നു മാറിയിട്ട് നമ്മളുടെ ആ ഒരു സക്സസിന് വേണ്ടിയിട്ട് സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാനായിട്ട് നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിൽ നോട്ട് ചെയ്യാൻ മറക്കണം.